എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രത്തിലുള്ള സ്ത്രീകൾക്ക് പൊതുവേ ദേഷ്യം കൂടുതലാണെന്ന് പറഞ്ഞു കേട്ടിട്ടല്ല, കുറേ കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഈ ഉള്ള ഒരു സ്ത്രീകൾക്ക് പൊതുവെ ദേഷ്യം കൂടുതലായതുകൊണ്ട് ഇവർക്ക് വരുന്ന ഭർത്താക്കന്മാർ ഇവർ ചൊൽപ്പടിക്കുന്ന വെച്ചാൽ അവിടെ ഒരു തിരുവാതിര നക്ഷത്രക്കാർ ഒരു കുടുംബത്തുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ നക്ഷത്രം ഒരു ഔട്ടമാണെന്ന് വിചാരിക്കട്ടെ. പക്ഷേ എന്തെങ്കിലും ഒരു കുടുംബ പ്രശ്നമോ കുടുംബ വഴക്കോ വരുമ്പോഴത്തേക്ക് തിരുവാതിര നക്ഷത്രക്കാരായിരിക്കും ആദ്യമേ ശോഭ ഉണ്ടാക്കുന്നത്. അതായത് അവരായിരിക്കും ആ വഴക്കിൽ വിജയിക്കുന്നത്. ഇതിനായിട്ട് വരുമ്പോഴത്തേക്ക് അവർ വാക്കുകൾ കൊണ്ടും പല രീതിയിൽ മുന്നിട്ട് നിൽക്കും. കാരണം എന്തെങ്കിലും പരസ്പരം രണ്ടുപേർ തമ്മിൽ വഴക്കടിക്കുകയാണെങ്കിൽ അവിടെ തിരുവാതിര നക്ഷത്രക്കാണെങ്കിൽ അവർക്കായിരിക്കും ഉറപ്പായിട്ടുള്ള ഒരു വിജയം. അവിടെ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവിടെ അവർക്ക് വോയിസ് ഉണ്ടാക്കാതെ രീതിയിൽ തിരുവാതിര നക്ഷത്രക്കാർ ഫൈറ്റ് ചെയ്തിരിക്കും മറ്റുള്ളവരായിട്ട് വഴക്കിൽ. അവരെ വിട്ടുകൊടുക്കാൻ വേറെ ആർക്കും പറ്റില്ല. ദേഷ്യം വന്നതാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക്. ഒപ്പം തന്നെ നല്ല ഗുണങ്ങളും ഉണ്ട്. തിരുവാതിര നക്ഷത്രക്കാർ ആരെങ്കിലും സ്നേഹിക്കുവാണെങ്കിൽ നല്ലപോലെ തന്നെ സ്നേഹിക്കും. പക്ഷെ അവരെ ആരെങ്കിലും ചതിക്കുവാണെങ്കിൽ അവർ തിരിച്ച് പാമ്പിൻ്റെ പക എന്ന പോലെ അവർ പകരം വീട്ടാൻ നിൽക്കും. അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ തിരുവാതിര നക്ഷത്രക്കാരുണ്ടെങ്കിൽ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് നോക്കിയും കണ്ടൊക്കെ നിൽക്കണം. കാരണം അവർ നമ്മളോട് സ്നേഹിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അവർ സ്നേഹിക്കും. നല്ല നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം, മഹാദേവൻ്റെ നക്ഷത്രമാണ്. പക്ഷേ അവരെ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ പറ്റിക്കാനെങ്ങാനും പോവുകയാണെങ്കിൽ, അവരെ ചതിക്കാനെങ്കിൽ നോക്കുവാണെങ്കിൽ അവർ നമ്മൾ ഒരു തരത്തിലും വിടത്തില്ല. പിന്നെ നമ്മളെ അവർ പറ്റിച്ചിട്ടേ അടങ്ങത്തുള്ളൂ. അപ്പം തിരുവാതിര നക്ഷത്രം എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതൽ ഭാര്യ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം കാണുന്ന നക്ഷത്രം സ്ത്രീകൾക്കായിരിക്കും, തിരുവാതിര നക്ഷത്രക്കാർക്കായിരിക്കും. അവർ കുടുംബത്തിൽ ചെന്ന് കയറുവാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവരോട് വഴക്കിന് വരുവാണെങ്കിൽ അവർ മാക്സിമം വഴക്കൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടി ഒഴിഞ്ഞു മാറും. പക്ഷേ അവരോട് ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും എന്തെങ്കിലും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുവാണെങ്കിൽ തിരുവാതിര നക്ഷത്രക്കാർ അവിടെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് ജയിക്കുക തന്നെ ചെയ്യും, ഉറപ്പാണ്. കാരണം നാക്കിൻ്റെ സാമർഥ്യം പറഞ്ഞെടുത്ത് പറയാതെ വയ്യ. എനിക്കറിയാവുന്ന ഒത്തിരട്ട് ബന്ധുക്കാർ തിരുവാതിര നക്ഷത്രക്കാരാണ്. അവരൊക്കെ സ്ത്രീകളൊക്കെ നല്ല രീതിയിൽ വർത്താനം പറയുന്നവരൊക്കെയാണ്. കാരണം അടിച്ച് തകർക്കുന്ന രീതിയിലുള്ള ഒരു വർത്താനമാണ് തിരുവാതിര നക്ഷത്രക്കാർ പറയുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു നക്ഷത്രത്തിലെ സ്ത്രീകൾക്കുള്ള ഒരു പ്രത്യേകതയാണ് പെട്ടെന്ന് ദേഷ്യം വരുന്നത്. എന്നാൽ പെട്ടെന്ന് ദേഷ്യം വന്നാൽ അതേപോലെ തന്നെ അവർ ശാന്തരാകുന്ന ഒരു സ്വഭാവം കൂടെയാണ് തിരുവാതിര നക്ഷത്രം. ഒപ്പം തന്നെ എല്ലാവരെയും നല്ലപോലെ സ്നേഹിക്കുക, കുടുംബപരമായിട്ടൊക്കെ നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു നക്ഷത്രം. പക്ഷേ ദേഷ്യം ഒന്ന് നിയന്ത്രിക്കുകയാണെങ്കിൽ തിരുവാതിര നക്ഷത്രക്കാർ കുറച്ചും കൂടെ നല്ല ഇതായിരിക്കും. അപ്പോൾ അതിൻ്റെ ദോഷകാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി തിരുവാതിര നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് ദേഷ്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് കൂവളത്തിൻ്റെ മാല മഹാദേവനെ ചാർത്തി പ്രാർത്ഥിക്കുന്നത്, ഒപ്പം തന്നെ ദീപാരാധന കണ്ടു തുടങ്ങുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. തിരുവാതിര നക്ഷത്രക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോയൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം നിങ്ങളുടെ നാക്സാമർത്ഥ്യം പറയാതെ തന്നെ വയ്യ തിരുവാതിര നക്ഷത്രക്കാരുടെ. ഒപ്പം തന്നെ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉണ്ടാകട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. നമസ്കാരം.